ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കോഴി വളർത്തലിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം കന്യാകുമാരി അതിർത്തി പ്രദേശമായ പുത്തൻചന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്കൊന്ന് പുത്തൻചന്ത നമ്മുടെ പാറശാലയ്ക്ക് അടുത്തായിട്ട് വരും. അവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉള്ളെന്ന് തോന്നുന്നത്. രാജേന്ദ്രൻ്റെ വർക്ക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പോൾ അതിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് കോഴി വളർത്തൽ ഒരു സൈഡായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു 7 വർഷമായിട്ട് ഈ കോഴി വളർത്തൽ ഫീൽഡിലുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ മുട്ടക്കോഴി വളർത്തലായിരുന്നു. അപ്പോൾ മുട്ടക്കോഴി വളർത്തൽ പിന്നെ നിർത്തി നാടൻ കോഴിയിലേക്ക് വന്നു. അപ്പോൾ രാജേന്ദ്രേട്ടൻ പറയുന്നത് നാടൻ കോഴിക്ക് ആവശ്യക്കാർ വളരെയധികം കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ മുട്ടക്കോഴി ഒഴിവാക്കിയിട്ട് നേരെ നാടൻ കോഴിയിലേക്ക് വന്നത്. അപ്പോൾ ഏകദേശം ഒരു മാസം 1000ഓളം കോഴികളെ നാടൻ കോഴികളെ വിരിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 100-200 ആയിട്ട് കൈരളി കോഴികളും കൂടി വിരിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് നാടൻ കോഴി തന്നെ ചെയ്യുന്നത് കേട്ടോ. പുതുതായിട്ട് കോഴി വളർത്തലിലേക്ക് കടന്നു വരുന്നതിനോട് രാജേന്ദ്രേട്ടൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നിലവിൽ എന്താണോ ജോലി ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യാം. ഇത് സൈഡായിട്ട് മാത്രം. ഇപ്പോൾ നമ്മളെ രാജേന്ദ്രേട്ടൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. മെയിനായിട്ട് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പോൾ അതിൻ്റെ സൈഡായിട്ടുള്ളൊരു ഇൻകം എന്നുള്ളതിൽ നമ്മളെ കോഴി വളർത്തൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു. അതായത് മെയിൻ വർക്ക്, അതായത് കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ കോഴിക്ക് തീറ്റ കൊടുക്കാനും അവരോടൊപ്പം ചിലവഴിക്കും. പിന്നെ വർക്കിന് പോകുന്നതിന് മുമ്പും രാവിലെയും വൈകുന്നേരം ഒഴിവ് സമയങ്ങളൊക്കെ കോഴികളുടെ കൂടെ ചിലവഴിക്കും. അങ്ങനെയാണ് ഈ കോഴി വളർത്തൽ സക്സസ് ആയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, കൊറോണ സമയത്തൊക്കെ കുറേ ആൾക്കാർ ഇതിലേക്ക് എടുത്തു ചാടി വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ സക്സസ് ആയിട്ടുണ്ട്, അതിൻ്റെ അത് പല ആൾക്കാർ ഫെയിലായിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെ കൈ പൊള്ളാത്ത രീതിയിൽ ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുക. പരമാവധി ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഒരു ഹോബി പോലെ കൊണ്ടുപോകാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ യുവകർഷകൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. മെയിനായിട്ട് കോഴി, ആട്, പശു വളർത്തലിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ ഇടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കുറേ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങളുടെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനെ മീൻസ് മെയിനായിട്ട് കോഴി, ആട്, പശു അതിനെയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ ഫാമിംഗ് വീഡിയോ പ്രൊമോഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അഡ്മിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് നമ്മളിതുപോലെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കോഴി വളർത്തുന്നതോടൊപ്പം തന്നെ സൈഡായിട്ട് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടാങ്കാണ് നമ്മൾ ഈ കാണുന്നത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് പുറകുവശത്താണ് ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് ഗപ്പി കുഞ്ഞുങ്ങളാണ് ഉള്ളത്. പിന്നെ കുറച്ച് കുറേ മീനുകളും ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് ഈ ടാങ്കിൽ കുറച്ച് അസോള കൃഷി കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, കോഴി വളർത്തുന്നത് വളരെ ഉപകാരപ്രദമായ തീറ്റയാണ് അസോള. പിന്നെ ഇതുപോലെ കോഴിക്കാഷ്ടങ്ങളൊക്കെ ഉണക്കി അതൊരു ചാക്കിലാക്കി വെക്കും. അത് ആവശ്യക്കാർക്ക് സപ്ലൈ കൂടി ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ നമ്മൾ കൂടുതൽ കോഴി വളർത്തുമ്പോൾ എങ്ങനെ അതിനായിട്ടൊരു തീറ്റ ചിലവുണ്ട്. ഇപ്പോൾ 50-100 കോഴി നമ്മൾ പേരൻറ്റ് സ്റ്റോക്കായിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് കടലിലെ തീറ്റ മാത്രം കൊടുത്ത് നമുക്കതിന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് രാജേന്ദ്രേട്ടൻ ചെയ്യുന്നത് അടുത്തുള്ള പച്ചക്കറി ഷോപ്പിൽ നിന്ന് അവിടുന്ന് വേസ്റ്റ് കളക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ആഴ്ചയിൽ ഒരു 100 കിലോളം വേസ്റ്റ് ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഫുള്ള് ഫ്രീ ആയിട്ട് അടുത്തുള്ള ചന്തകളിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്യും. അതൊക്കെ ആണ് കോഴികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ധാന്യങ്ങളും പിന്നെ അവരുടെ കുറച്ച് കൈത്തീറ്റ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഇതിപ്പം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ട് നാടൻ കോഴിയെ വളർത്താൻ തുടങ്ങിയിട്ട് വേറെ നഷ്ടവും കാര്യമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. രാജേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ഡീൽ ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ മെയിനായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒന്ന് ഡയറക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ നോക്കുക. അതല്ല നിങ്ങൾ ഡെലിവറി ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ കോഴിക്കുഞ്ഞിനെ നിങ്ങളെ കൈ കിട്ടിയതിന് ശേഷം മാത്രം ക്യാഷ് കൊടുക്കുക. കാരണം ഇതിൻ്റെ പേരിൽ ഇപ്പോൾ പല തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.